ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. സൂറത്തുൽ ബഖറയിലെ 64-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി സുമ്മ, മീമിന്റെ മേലെ ഷദ്ദ് വന്നു, അവിടെ 2 ഖദ് മണിക്കേണ്ടതാണ്. തവല്ലൈതും മിൻ, സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. ഇദ്ഗാം മിസ്ലൈൻ സഗീർ അല്ലെങ്കിൽ അൽ ഇദ്ഗാമു ഷഫവി എന്നാണ് ആ നിയമത്തിന്റെ പേര്. മിൻ ബഅദി, സുക്കൂനുള്ള നൂന് ശേഷം ബാ വന്നു. ഇഖ്ലാബാണ് ഈ നിയമത്തിന്റെ പേര്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം മീമിന്റെ ശബ്ദമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ثم توليتم من بعد ذلك لكنتم, സുക്കൂനുള്ള നൂന് ശേഷം താ വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. ലകുൻതും മിനൽ ഖാസിരീൻ, അതിനുശേഷം സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. അൽ ഇദ്ഗാമു ഷഫവിയാണ് നിയമം. 2 ഖദർ മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 64-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ثم توليتم, പിന്നെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, മിൻ ബഅദി ദാലിക്, അതിനുശേഷം, ഫലൗല, എന്നാൽ ഇല്ലായിരുന്നെങ്കിൽ, ഫളിലുല്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദയ, അലൈക്കും, നിങ്ങളുടെ മേൽ, വറഹ്മതുഹു, അവന്റെ കാരുണ്യവും, ലകുൻതും, നിങ്ങൾ ആയിരിക്കുക തന്നെ ചെയ്യുമായിരുന്നു, മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ടവരിൽ. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 64-ാമത്തെ ആയത്തിന്റെ സാരം, പിന്നീട് അതിനുശേഷമായി നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു, എന്നാൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവരാവുക തന്നെ ചെയ്യുമായിരുന്നു. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള അപാരമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിയ, അള്ളാഹുവിൽ നിന്നുള്ള വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ നേരിൽ കണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ തങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കാമെന്ന് ഉറപ്പ് നൽകിയ ഇസ്രായേൽ ജനത, ആ ജനതയുടെ അനുസരണക്കേട് ഒരിക്കൽ കൂടി പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവമാണ് സൂറത്തുൽ ബഖറയുടെ 63-64 ആയത്തുകളിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആയത്തിന്റെ പഠനത്തിൽ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിലും മൂസാ നബി അലൈഹി സ്വലാമയിലും വിശ്വസിച്ച ഒരു ജനതയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമയുടെ അനുയായികളായ ബനു ഇസ്രായേല്യർ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ ആ ജനതക്ക് നൽകിയ തൗറാത്ത്, ആ തൗറാത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കൽ, ആ തൗറാത്തിലെ വിധിവിലക്കുകൾ ഓരോന്നിനും വ്യക്തമായ പരിഗണനയും ആദരവും കൊടുക്കേണ്ടത് മൂസാ നബി അലൈഹി സ്വലാമിയുടെ അനുയായികളുടെ മേൽ ബാധ്യതയായിരുന്നു സഹോദരങ്ങളെ. പക്ഷെ അവരെന്താ ചെയ്തത്? അവർ
അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വിഷയത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തിയത്. അവർ അവരുടെ ജീവിതത്തിൽ ആ തൗറാത്തിനെ അപ്രസക്തമാക്കി കളയുകയാണ് ചെയ്തത്, അഗണ്യമാക്കി കളയുകയാണ് ചെയ്തത്. ആ സമയം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്ത വലിയ ഒരു ദൃഷ്ടാന്തമാണ് തൂർ പർവ്വതം. അത് അവർക്കും ഇത് ഉയർത്തിക്കൊണ്ടുവന്ന സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു ഭാഗമാണ് ഇത്. ആ ജനങ്ങളുടെ മേൽ ആ പർവ്വതം വീണേക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു എന്നാണ് സഹോദരങ്ങളെ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തൗറാത്തിനെ മുറുകെ പിടിക്കണമെന്ന നിർദ്ദേശം വീണ്ടും അവർക്ക് നൽകുന്നത്. ഈ തൗറാത്തിലെ വിധിവിലക്കുകൾ അവരുടെ ജീവിതത്തിൽ ശരിക്ക് പാലിക്കണമെന്ന് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ആ സമയം സഹോദരങ്ങളെ, അവർ അള്ളാഹുവോട് അപ്രകാരം തൗറാത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകുകയാണ്. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണ്? അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 64-ാമത്തെ ആയത്തിൽ പറയുന്നത്. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക്, പിന്നീട് അതിനുശേഷമായി നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. അള്ളാഹുവിനോട് കരാർ ചെയ്ത ശേഷവും അവർ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർ അവരുടെ പഴയ ശൈലിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്നാണ്. അള്ളാഹുവുമായുള്ള കരാർ അതെല്ലാം അവഗണിക്കുകയാണ് ഈ ബനു ഇസ്രായേലിയർ ചെയ്തത്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു വീണ്ടും അവരോട് കാരുണ്യം കാണിക്കുകയാണ്, അവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം ഈ ആയത്തിൽ പറഞ്ഞത്, ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, എന്നാൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവരാകുക തന്നെ ചെയ്യുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത് ഈ ബനു ഇസ്രായേലരുടെ ദുസ്വഭാവങ്ങളും ദുഷിച്ച പ്രവർത്തനങ്ങളും കണക്കിലെടുത്ത് ഉടനെ തന്നെ അവർക്ക് നേരെ ഒരു നടപടിയെടുക്കുകയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. മറിച്ച് അവർക്ക് വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് വീണ്ടും ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ പലപ്പോഴായി വീണ്ടും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹങ്ങളും നൽകുകയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ഇസ്രായേൽ ജനതയുടെ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.